ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നത്തിങ് ഫോൺസിലത്തെ കസ്റ്റമൈസേഷനെ കുറിച്ചാണ്. ഈ സീരീസിലത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതുപോലത്തെ 2-3 വീഡിയോസും കൂടെ വരുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ സ്പെസിഫിക് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ നത്തിങ് ഫോൺസിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനെ കുറിച്ചാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നത്തിങ് OS 3.2 അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമൈസേഷനെ കുറിച്ചാണ്. നത്തിങ് OS 4.0 വന്നു കഴിഞ്ഞാൽ അതിനെക്കാട്ടും കൂടുതൽ കസ്റ്റമൈസേഷൻ കിട്ടും. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിത് കാണിക്കാൻ എടുത്തിരിക്കുന്നത് നത്തിങ് ഫോൺ 3A ആണ്. 3A, 3A Pro, പിന്നെ 3A Lite വരുന്നുണ്ട്. അതിലൊക്കെ ഈ പറയുന്ന കസ്റ്റമൈസേഷൻ കിട്ടും എന്ന് വെച്ചാൽ നത്തിങ് OS 3.2 ഓടുന്ന എല്ലാ നത്തിങ് ഫോൺസിലും ഇത് കിട്ടും. ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ നമുക്ക് 2 സ്ഥലത്ത് നിന്ന് ചെയ്യാം. ഒന്ന് ലോക്ക് സ്ക്രീനിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് ചെയ്യാം. അതുകൂടാതെ 2-3 വേറെ സംഭവങ്ങൾ നമുക്ക് സെറ്റിംഗ്സ് പോയിട്ടും ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ലോക്ക് സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് നമുക്ക് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ തോന്നിയാൽ ലോക്ക് സ്ക്രീൻ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പം കസ്റ്റമൈസ് ലോക്ക് സ്ക്രീൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് അൺലോക്ക് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കിട്ടും. ആദ്യം നമുക്ക് ലോക്ക് സ്ക്രീനിൽ കിട്ടുന്ന ക്ലോക്ക് സ്റ്റൈൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ക്ലോക്ക് സ്റ്റൈലിൽ 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് 4.0 അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസ് വരും. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ക്ലോക്ക് സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഞാൻ കുറച്ച് 5 എന്നായിരുന്നു പറഞ്ഞത്, അതിലൊരു ചെറിയ മാറ്റമുണ്ട്. 6 ടൈപ്പ് ഓഫ് ക്ലോക്ക് സ്റ്റൈൽസ് ആണ് നമുക്ക് കിട്ടുക. അത് മാത്രമല്ല, ഈ കാണുന്ന വെതറും സംഭവങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ലോക്ക് സ്ക്രീനിൽ വിജിറ്റ്സ് എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. നിങ്ങൾക്കറിയോ, ഈ ഫോണിൽ 16 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിജിറ്റ്സ് നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിരത്തി പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട്സ് അല്ലാതെ തന്നെ നമുക്ക് 16 വിജിറ്റ്സ് ലോക്ക് സ്ക്രീനിൽ പിടിപ്പിക്കാൻ പറ്റും. ആദ്യം നമ്മൾ കസ്റ്റമൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് 8 വിജിറ്റ്സ് വരെ പിടിപ്പിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുക. അതെങ്ങനെ പിടിപ്പിക്കുക, ഏതൊക്കെ വിജിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ആദ്യം കാണിച്ചു തരാം. നമുക്ക് 15 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിജിറ്റ്സ് ലോക്ക് സ്ക്രീനിൽ പിടിപ്പിക്കാൻ പറ്റും. ആൻഡ് അതിൽ മിക്കവാറും എല്ലാത്തിലും വേറെ ഓപ്ഷൻസ് ഉണ്ട്. റീസൈസ് ചെയ്യാൻ പറ്റും, ലുക്ക് മാറ്റാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്പം പറഞ്ഞു തരാം. ഇവിടെ ടാപ്പ് ടു ആഡ് വിജിറ്റ്സ് എന്നുള്ളതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിജിറ്റ്സ് കിട്ടും. ഇത് അനലോഗ് ക്ലോക്കിന്റെ വിജിറ്റ്സ് ആണ്. ഒരു ചെറുതും ഒരു വലുതുമാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ആ 8 സ്ക്വയർസിൽ ഏതിൽ വേണമെങ്കിലും വെക്കാം. പിന്നെ ഇതിലും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. വേണ്ട ടൈപ്പ് ഏതാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സേവ് അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അതിൽ സെറ്റ് ആയിട്ടുണ്ടാവും. അടുത്തത് ബാറ്ററിന്റെ വിജിറ്റ്സ് ആണ്. 2 ഉള്ളത്, ഒരു വലുതും ഒരു ചെറുതും. ഇത് വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ കിട്ടും. അങ്ങനെ പൈ ചാർട്ട് പോലെ കാണിക്കും. അതുപോലെ ബാറ്ററി സേവർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസ് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജും കാണിക്കും. അടുത്ത 2 കോമ്പസിന്റെ വിജിറ്റ്സ് ആണ്. അടുത്തത് കൗണ്ട് ഡൗണിന്റെ വിജിറ്റ് ആണ്. ഇതിന്റെ ഒരു സൈസേ ഉള്ളൂ, പക്ഷെ ഇതിൽ നമുക്ക് വേറെ കുറെ കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ പല ഷേപ്സ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് സാധനത്തിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ ആണോ അതിന്റെ പേരടിച്ചു കൊടുക്കണം. പേരടിച്ചതിന് ശേഷം ഏത് ഡേറ്റിലേക്കുള്ള കൗണ്ട് ഡൗൺ ആണെന്നും സ്പെസിഫൈ ചെയ്യണം. പിന്നെ മാൻഡേറ്ററി അല്ലാത്ത 2-3 ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ നമ്മുടെ ലോക്ക് സ്ക്രീനിലും വരും. അടുത്തത് ഡേറ്റിന്റെ വിജിറ്റ് ആണ്. ഇത് നമുക്ക് ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മാറുന്ന പോലെയും വെക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാനുവലി നമുക്ക് തന്നെ ഓരോരോ ഡേറ്റ് കഴിയുമ്പോഴും ഡേറ്റ് മറിച്ചിടുന്ന പോലെ വെക്കാം. അടുത്തത് ഡിജിറ്റൽ ക്ലോക്കിന്റെ വിജിറ്റ്സ് ആണ്. 4 ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ എസെൻഷ്യൽ സ്പേസിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് ലോക്ക് സ്ക്രീനിൽ കിട്ടാനുള്ള വിജിറ്റ്സ് ആണ് ഈ 2. അടുത്തത് പെഡോമീറ്ററിന്റെ വിജിറ്റ് ആണ്. ഇതിൽ നമുക്ക് ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു ദിവസം എത്ര സ്റ്റെപ്സ് നടക്കുമെന്ന്. ആൻഡ് ഈ ആള് നടക്കുന്നത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഫോട്ടോസിന്റെ വിജിറ്റ്സ് ആണ്. 2 ടൈപ്പ് ആണ് ഉള്ളത്. ആൻഡ് ഇതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോട്ടോസ് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോസ് വെക്കണമെങ്കിൽ അതും വെക്കാം. ഭയങ്കര ഹെൽപ്ഫുൾ, ബട്ട് ആക്സിഡന്റൽ ടച്ച് കാരണം പണി കിട്ടാൻ സാധ്യതയുള്ള വിജിറ്റ്സ് ആണ് ഇതൊക്കെ. ഇത് ക്വിക്ക് സെറ്റിംഗ്സിന്റെ വിജിറ്റ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ലിസ്റ്റിലുള്ള ഏത് വേണമെങ്കിലും വിജിറ്റ് ആക്കി വെക്കാൻ പറ്റും. ആൻഡ് നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ ഈ പറയുന്ന എന്തും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു വിജിറ്റിന്റെ തന്നെ എത്ര വേണമെങ്കിലും ടൈപ്സ് നമുക്ക് വെക്കാൻ പറ്റും. എല്ലാ ഷേപ്പും നമുക്ക് വെക്കാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് ഇതൊക്കെ ലോക്ക് സ്ക്രീനിൽ തന്നെ അൺലോക്ക് പോലും ചെയ്യാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് ഒക്കെ അറിയാതെ ഞെങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ വന്നു പോലും നമ്മൾ അറിയില്ല. കണ്ടോ, ഇതുപോലെ എല്ലാ സെറ്റിംഗ്സും നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സ്ക്രീൻ ടൈമിന്റെ വിജിറ്റ് ആണ്. ഇതിലും നമുക്ക് ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും, എത്ര മണിക്കൂർ വരെ എന്നുള്ള കാണിക്കും. അതിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സങ്കടപ്പെട്ട് കാണിക്കും. ഇനി ഇതൊക്കെ വെതർ ആപ്പിന്റെ വിജിറ്റ്സ് ആണ്. അടുത്തത് വേൾഡ് ക്ലോക്കിന്റെ വിജിറ്റ് ആണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റീജിയന്റെ ടൈം ലോക്ക് സ്ക്രീനിൽ കാണണമെങ്കിൽ ഇത് പിടിപ്പിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിന് പിന്നെയും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഈ പിടിപ്പിച്ച സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും വെക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ 16 വിജിറ്റ്സ് വരെ എങ്ങനെ പിടിപ്പിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ മറ്റേ ക്ലോക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അതൊക്കെ മാറിയിട്ട് ടൈം, ഡേ,
ഡേറ്റ് പിന്നെ എല്ലാം എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ നിരത്തി എഴുതി കാണിക്കുകയുള്ളൂ. വേറെ ഫോൺസ് ഒന്നും മാറ്റാനുള്ള ഓപ്ഷൻസ് ഇതുവരെ ഇല്ല. നമ്മൾ ആദ്യം തന്നെ കസ്റ്റമൈസേഷനിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ 8 സ്ക്വയർസ് ആണ് കിട്ടുക. താഴെയുള്ള ഈ എക്സ്പാൻഡ് വിജിറ്റിന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 16 സ്ക്വയർസ് ആക്കി ഇത് കിട്ടും. ആൻഡ് ഇനി ഈ എല്ലാ 16 സ്ക്വയർസിൽ നമുക്ക് വേണമെങ്കിൽ വിജിറ്റ്സ് പിടിപ്പിക്കാം. മുന്നേ പിടിപ്പിച്ച പോലെ തന്നെ ചെറുതും വലുതും ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറയാൻ വിട്ടുപോയ ഫോർച്യൂൺ എന്ന് പറഞ്ഞ ഒരു വിജിറ്റാണിത്. ഇത് വെച്ച് നമുക്കൊരു തോട്ട് ഫോർ ദ ഡേ ടൈപ്പ് ഓഫ് ഒരു സംഭവം കിട്ടും. കണ്ടോ, ഇതുപോലെ 16 എണ്ണം വരെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇത് കൂടാതെ നത്തിങ്ങിൻ്റെതായ കുറെ വിജിറ്റ്സ് നമുക്ക് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് വേണേ പോയി ഒന്ന് കണ്ടോക്ക്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും കിട്ടുന്ന വിജിറ്റ്സിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് ശേഷം അതും കൂടെ പോയി കണ്ടേക്ക്. ഇനി നമുക്ക് ക്വിക്ക് ആക്സസ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ലോക്ക് സ്ക്രീനിൽ പിടിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ 8 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് 2 എണ്ണം ചൂസ് ചെയ്ത് നമുക്ക് 2 ബോട്ടം കോർണേഴ്സിൽ പിടിപ്പിക്കാൻ പറ്റും. ഇതാണ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ബട്ടൺസ്. ഇതിനിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കിട്ടും. 8 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് 2 സൈഡിലും ഓരോരോ ഷോർട്ട് കട്ട് കീസ് പിടിപ്പിക്കാൻ പറ്റും. അതിന് ഓണാക്കാനോ ഓഫാക്കാനോ ആ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് സെറ്റിംഗ്സ് പോയിട്ട് ലോക്ക് സ്ക്രീനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ആദ്യത്തേത് പ്രൈവസിയാണ്. ബേസിക്കലി ഇത് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സെറ്റിംഗ്സിലെ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാലാണ് ഈ പറയുന്ന പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ കാണിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനം അൺലോക്ക് ചെയ്താൽ മാത്രം കാണിക്കാനാണോ, അല്ലെ തിരികെ കാണിക്കണ്ട എന്നുള്ളതാണ് ഈ ഓപ്ഷൻസ്. അടുത്തത് ക്വിക്ക് ലുക്ക് ആണ്. അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഒന്ന് വെതർ, പിന്നെ ഷെഡ്യൂള്. സംഭവം നമ്മൾ ലോക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ക്വിക്ക് ലുക്ക് പോയിട്ട് ഇപ്പൊ ഞാൻ ഈ വെതർ ഓൺ ആക്കി. ഇനി ഇത് ലോക്ക് സ്ക്രീനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെതറും സംഭവങ്ങളൊക്കെ കാണിക്കും. ഇനി ഞാൻ ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആ വെതർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങ് പോയി. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഓണും ഓഫ് ആക്കാനും പറ്റും. അടുത്തത് ക്വിക്ക് സെറ്റിംഗ്സ് ആണ്. ഈ ക്വിക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഓഫ് ആക്കിയിട്ടിട്ട് ലോക്ക് സ്ക്രീനിൽ പോയിട്ട് മേലേന്ന് താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. ഇനി അതേസമയം ഞാൻ ഇത് ഒന്നും കൂടെ പോയി ആ സാധനം ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മേലേന്ന് താഴോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ക്വിക്ക് സെറ്റിംഗ്സ് പാനൽ കിട്ടും. ഇതിൽ നമുക്ക് ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെ താഴെ ചെറുതായിട്ട് ടെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിംഗ്സ് പോവാ. സെറ്റിംഗ്സിൽ ലോക്ക് സ്ക്രീനിന്റെ അടുത്തോട്ടേക്ക് പോവാ. അവിടെ ആഡ് ടെക്സ്റ്റ് ഓൺ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം കാണാം. അവിടെ നമുക്ക് വേണ്ട സാധനം ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ലോക്ക് സ്ക്രീനിൽ താഴെ എഴുതി കാണിക്കും. അടുത്തത് AOD അല്ലെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ലോക്ക് സ്ക്രീനിന്റെ സെറ്റിംഗ്സിൽ താഴെ പോയി കഴിഞ്ഞാൽ AOD കാണാം. ആൻഡ് അതിൽ പറയുന്നുണ്ട് ബാറ്ററി കൺസംഷൻ കൂടുമെന്ന്. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെയും താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും കാണിക്കണോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ടൈമിൽ മാത്രം കാണിച്ചാൽ മതിയോ എന്ന്. ഞാനിപ്പോൾ ഷെഡ്യൂൾ ടൈം ഒന്നും ആക്കിയിട്ടില്ല. നമ്മളിങ്ങനെ മൊബൈലിൽ സ്ക്രീൻ ഓഫ് ആയി കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആവും. ആൻഡ് നമ്മൾ എന്തൊക്കെ വിജിറ്റ്സ് വെച്ചിട്ടുണ്ടോ അതൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണിക്കും. വിജിറ്റ്സ് മാത്രമല്ല, നമ്മൾ ഏത് ക്ലോക്ക് സ്റ്റൈലാണോ സെലക്ട് ചെയ്തത് അതും ഇതിൽ കാണിക്കും. ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് വാൾപേപ്പറിൻ്റെത്. അത് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. വാൾപേപ്പർ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് പല കോമ്പിനേഷൻസിൽ AI വെച്ച് നമുക്ക് സ്വന്തമായിട്ട് വാൾപേപ്പർ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ വേണ്ടെങ്കിൽ സർപ്രൈസ് മീന്നുണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ഇങ്ങനെ ഉണ്ടാക്കിയ എല്ലാ വാൾപേപ്പേഴ്സും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ മുന്നേ ഉണ്ടാക്കിയത് നമുക്ക് പിന്നെ ഇടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതുപോലെ തന്നെ മേലെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഗാലറിയിൽ ആ ഉണ്ടാക്കിയ വാൾപേപ്പർ സേവ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ വെക്കുന്ന വാൾപേപ്പറിനനുസരിച്ച് വിജിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ അല്ലാതെ തന്നെ നത്തിങ്ങിൻ്റെതായ ഡീഫോൾട്ട് ആയിട്ടുള്ള കുറെ വാൾപേപ്പേഴ്സ് ഉണ്ട്. ഈ പറയുന്നതൊക്കെ പുതുത് വന്നതാണ്. ഇതും പുതുതായിട്ട് വന്നതാണ്. ബാക്കി എല്ലാതും എനിക്ക് തോന്നുന്നു മുന്നേ ഉള്ളതാണ്. ഞാൻ ഇതിന് മുന്നേയും ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് ലോക്ക് സ്ക്രീനിൽ പിടിപ്പിക്കാൻ പറ്റും. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ലോക്ക് സ്ക്രീനിൽ മാത്രമാണോ അല്ല ഹോം സ്ക്രീനിൽ വേണോന്ന്. സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്പം വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതിനനുസരിച്ച് ഈ വിജിന്റെ കളർ ചെറുതായിട്ടൊന്ന് റെഡിഷ് ആയിട്ടുണ്ട് ഇപ്പം. ഇനി വേറൊരു ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആണ്. പക്ഷെ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല ഉള്ളത്. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുക. എന്നിട്ട് അവിടുന്ന് മീഡിയയിൽ പോവുക. എന്നിട്ട് ഈ സാധനം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ നമുക്ക് ലോക്ക് സ്ക്രീനിൽ കിട്ടും. പാട്ട് പ്ലേ പോസ്റ്റ് ചെയ്യാം, പിന്നെ മുന്നോട്ടും ബാക്കോട്ടും ആക്കാം. പിന്നെ പാട്ട് തന്നെ നമുക്ക് ഫുൾ മുന്നോട്ടും ബാക്കോട്ടും ആക്കാം. അതുപോലെ തന്നെ പാട്ട് നമുക്ക് ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാനും പറ്റും.
അപ്പൊ ഇന്നത്തേക്ക് എത്രയുള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒന്നും വിട്ടോണ്ട. പിന്നെ കമന്റ് സെക്ഷനിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പും കൂടി ചെയ്ത് വിട്ടേക്ക്. കസ്റ്റമൈസേഷൻ സീരീസിലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. സോ ഇനിയും കുറെ വീഡിയോസ് വരാനുണ്ട്. അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നോട്ടിഫിക്കേഷനോട് ഓൺ ആക്കിട്ടോ. പിന്നെ ഈ ചാനലിൽ തന്നെ വേറെ കുറെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ടെക്, ട്രാവൽ, ഇൻഫോർമേറ്റീവ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.